ജന്മം കൊണ്ട് കർഷകൻ, കർമ്മം കൊണ്ട് കച്ചവടക്കാരൻ, ഇഷ്ടം കൊണ്ട് രാഷ്ട്രീയക്കാരനും. കർണാടകയുടെ പുതിയ മുഖ്യമന്ത്രി DK ശിവകുമാർ സ്വയം വിശേഷിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. ചെറിയൊരു വീഡിയോ പാർലറിൽ തുടങ്ങിയ അദ്ദേഹം ഇന്ന് 1400 കോടിയുടെ ആസ്തിയുള്ള ബിസിനസ് സാമ്രാജ്യത്തിന്റെ അധിപനാണ്. രാജ്യത്തെ തന്നെ ഏറ്റവും ധനികനായ മുഖ്യമന്ത്രി. ആന്ധ്ര മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുവും തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയും സമ്പത്തിന്റെ കാര്യത്തിൽ DKക്ക് പിന്നിലേ വരൂ. വിധാൻ സൗദയിലെ മുഖ്യമന്ത്രി കസേരയിലേക്ക് ദൊദനഹള്ളി കെമ്പേഗൌഡ ശിവകുമാർ എന്ന DK ശിവകുമാർ എത്തുമ്പോൾ, ഇന്ത്യയിലെ ഏറ്റവും ധനികനായ മുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുക്കുമ്പോൾ കർണാടക രാഷ്ട്രീയം അതിന്റെ പുത്തൻ ചാപ്റ്റർ കൂടെ തുറന്നിടുകയാണ്. പതിവായി കാണുന്ന അല്ലെങ്കിൽ സങ്കല്പത്തിലെ ഖദർദാരിയായ കോൺഗ്രസുകാരനല്ല ശിവകുമാർ. പ്രഥ മുതൽ ലൂയിസ് വിറ്റൻ വരെയുള്ള ലക്ഷൂറിയസ് ബ്രാൻഡുകൾ ധരിക്കുന്ന, എടുപ്പിലും നടപ്പിലും അതേ പ്രൗഢി വ്യക്തമാക്കുന്ന നേതാവാണ്. 2008 DK ശിവകുമാറിന്റെ ആസ്തി ഏകദേശം 75.5 കോടി രൂപയായിരുന്നു. എന്നാൽ 2013 അത് 251 കോടിയായി. 2018 840 കോടിയായിരുന്നു DKയുടെ ആസ്തി. ഉപമുഖ്യമന്ത്രി ആയപ്പോഴേക്കും 1413 കോടിയായാണ് അത് ഉയർന്നത്. കർണാടക രാഷ്ട്രീയത്തിലെ അതികായൻ SM കൃഷ്ണയുടെ അടുത്തയാളായി മാറിയ DK 1991 മന്ത്രിസഭയിലെത്തി. നടൻ രാജ്കുമാറിനെ വീരപ്പൻ തട്ടിക്കൊണ്ടുപോകൽ, തെൽഗി കുംഭകോണം, കാവേരി തർക്കം തുടങ്ങിയ രാഷ്ട്രീയ സംഭവങ്ങളാൽ പ്രക്ഷുബ്ധമായ കൃഷ്ണയുടെ ഭരണകാലത്ത് DK ശിവകുമാറിന്റെ രാഷ്ട്രീയ പ്രാധാന്യം ഗണ്യമായി വർദ്ധിച്ചു. 2023 സിദ്ധരാമയ്യുമായുള്ള ബലാബലത്തിൽ മുഖ്യമന്ത്രി കസേര കപ്പിനും ചുണ്ടിനുമിടയിൽ നഷ്ടപ്പെട്ട DK 3 വർഷങ്ങൾക്കിപ്പുറം വലിയ അസ്വാരസ്യങ്ങളില്ലാതെ സുഗമമായ അധികാരമാറ്റത്തിലൂടെ 1ാം നമ്പർ പദവിയിലേക്ക് വരികയാണ്.